വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 31/7/2024 അതായത് ഇന്ന് എടുത്ത യോഗ തീരുമാനങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 2024 ജൂലൈ 30 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ്. താഴെ പറയുന്ന തസ്തികകളുടെ മുഖ്യ പരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും. അതായത് മെയിൻ പരീക്ഷയ്ക്കുള്ള ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാറ്റഗറി നമ്പർ 571/2023 പ്രിലിമിനറി എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. പ്രിലിമിനറി എക്സാം പാസ്സായവരാണല്ലോ മുഖ്യപരീക്ഷ അർഹത നേടിയ ആളുകൾ. അപ്പോൾ മുഖ്യപരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറിയാണ്. രണ്ടാമത്തേത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ പാർട്ട് 1-2 ജനറൽ സൊസൈറ്റി വിഭാഗം കാറ്റഗറി നമ്പർ 433/23 434/2023. അടുത്തത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ പാർട്ട് 1-2 ജനറൽ സൊസൈറ്റി വിഭാഗം കാറ്റഗറി നമ്പർ 527/2022 528/2022. അടുത്തത് പോലീസ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി നമ്പർ 572/2023 573/2023 574/2023. അടുത്തത് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പിലെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി നമ്പർ 575/2023 576/2023. അവസാനമായിട്ട് എക്സൈസ് വകുപ്പിലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി NCA പട്ടികജാതി കാറ്റഗറി നമ്പർ 544/2023. അപ്പോൾ ഈ പറഞ്ഞ തസ്തികകളുടെ മുഖ്യ പരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക PSC ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലൊക്കെ സെക്രട്ടറി പരീക്ഷ എഴുതുന്ന ആളുകൾ മുഖ്യപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അതിൻ്റെ അർഹതാ പട്ടിക പ്രിലിംസിൻ്റെ അർഹതാ പട്ടിക വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ PSCയുടെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കുക. ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.